നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ഡബിൾ എൻട്രി അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇടപാടുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും രണ്ട് ആസ്പെക്റ്റുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആസ്പെക്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടപാട് എന്ന് പറയുക. ഇപ്പം നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തി, അതിന് തത്തുല്യമായ ഒരു പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് എപ്പോഴും നമ്മളൊരു ഡബിൾ എൻട്രി സിസ്റ്റം ആണ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പോവുക. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുള്ളൂ. അതുമല്ല, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാനും ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൽ കൂടെ നമുക്ക് സഹായിക്കും. അപ്പോൾ നമുക്ക് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നോക്കാം. Double entry accounting is a fundamental accounting system that requires every financial transaction to be recorded in at least two separate accounts. This means that for every debit and increasing in an asset or expense account, there must be a corresponding credit and increase in a liability, equity or revenue account. എന്താണ് ഇതെന്ന് മനസ്സിലായത്? അതായത് ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. അവിടെ എന്താണ്, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ എന്താണ്, അറ്റ്ലീസ്റ്റ് രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മിനിമം രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിലും കൂടുതലും ഉണ്ടാക്കാം. അതിനെന്താണ് പറയുന്നത്, ഓരോ ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഡെബിറ്റ്. അതേപോലെ തന്നെ ലയബിലിറ്റി, ഇൻകം, ഇക്വിറ്റി എന്താണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ് ആണ് വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിൽ എന്താണ്, ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിലെപ്പോഴും എന്താണ്, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്നാണ് പറയുക, ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ചെയ്യുക. എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്, റിസീവിങ് ആസ്പെക്ട് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. ഫോർ എവരി ഡെബിറ്റ് ദർ മസ്റ്റ് ബി ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുക. അതായത് ഒരു ഡെബിറ്റിന് എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരിത്മെറ്റിക്കൽ ഇന്നക്യുറസി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഈസിലി ബൈ യൂസിങ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് അറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. അതായത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ അരിത്മെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിച്ച കാരണം നമ്മൾക്ക് എറേഴ്സ് നമ്മൾക്ക് ഈസിലി നമ്മൾക്ക് റെക്ടിഫൈ ചെയ്ത് അത് കണ്ടെത്താൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾക്ക് 5 കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് നമ്മൾക്ക് തിരിക്കാം. അപ്പോൾ നമ്മൾക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റാണ്. അസറ്റ് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൽ എന്താണോ സ്വന്തമായിട്ടുള്ളത്, ബിസിനസ്സിൽ എന്തെല്ലാം ആസ്തികൾ ഉണ്ടോ അതിനെ പറയുന്നതാണ് അസറ്റ് എന്നുള്ളത്. ബിസിനസ്സിന് എന്തൊക്കെയാണ് സ്വന്തമായിട്ടുണ്ടായിരിക്കുക, ക്യാഷ് ഉണ്ട്, അത് ബിസിനസ്സിൻ്റെയാണ്. ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫർണിച്ചർ ഉണ്ടായിരിക്കും, ലാൻഡ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക, അസറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക. രണ്ടാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ആണ്. അപ്പം നമ്മുടെ ബിസിനസ്സിലെ ഏതോ ഒരു ട്രാൻസാക്ഷൻ എടുത്താലും ഈ 5 ഹെഡുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. അപ്പം നമുക്ക് രണ്ടാമത്തെ പറഞ്ഞെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്, പർച്ചേസ് ആണ് ബിസിനസിന്റെ പ്രധാന ചെലവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക, എക്സ്പെൻസ് കാറ്റഗറിയിലാണ് പെടുത്തുക. മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റിയാണ്, ബാധ്യതകളാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അപ്പോൾ എന്താണ്, ബിസിനസിന്റെ എന്താണ്, ഒരു ബാധ്യതയാണത്. അതേപോലെ തന്നെ പേഴ്സണൽ ലോണുകൾ എടുക്കും. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ബാധ്യതകളിലാണ് പെടുക. നാലാമത്തെ പറഞ്ഞാൽ ഇൻകമാണ്. പ്രധാന ഇൻകം എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് ആണ്. നമ്മൾ എന്തിനാണ് ബിസിനസ് നടത്തുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവാണ്, ഓരോ ബിസിനസ്സും എന്താണ്, പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ നമുക്ക് സെയിൽ നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഇൻകം ഉണ്ടായിരിക്കുള്ളൂ.
അപ്പോൾ സെയിൽസ് ആണ് ബിസിനസിന്റെ എന്താണ് പ്രധാന വരുമാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്. നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു, മൂലധനം ആണ്. അപ്പൊ ബിസിനസിന്റെ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ 5 ഹെഡുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. അതായത് അസറ്റിനും എക്സ്പെൻസിനും എന്താണ് ഒരു റൂളാണുള്ളത്, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റലിന് എന്താണ് ഒരേ റൂളാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഗ്രൂപ്പിൽ പെടുത്താം, ഇത് മൂന്നും നമുക്ക് ഒരു ഗ്രൂപ്പിൽ പെടുത്താം. ഇനി ആ റൂൾ എന്താണെന്ന് നോക്കാം. അസറ്റ് എക്സ്പെൻസ് നമ്മളെല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ കാണുള്ളൂ. അസറ്റ് എക്സ്പെൻസ് ബിസിനസിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കുമ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചാൽ മതി, അസറ്റ് എക്സ്പെൻസിന്റെ കാര്യം പഠിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടിനും ബാധകമാണ്. ലയബിലിറ്റി ഇൻകം ക്യാപിറ്റലിന് എന്താണ്, ഇത് മൂന്നിനും കൂടിയിട്ട് ഈ ഒരു റൂളാണ് ഉള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നോക്കാം, അതിൽ 2 ആസ്പെക്റ്റുകൾ കണ്ടെത്താം നമുക്ക്. എന്നിട്ട് അതിനെ ഏതിനെ ഡെബിറ്റ് ചെയ്യണു ഏതിനെ ക്രെഡിറ്റ് ചെയ്യണു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നോക്കാം. മിസ്റ്റർ കിരൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh, SBI ബാങ്ക് ₹5 lakh, ഫർണിച്ചർ ₹40,000. അതായത് കിരണിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാഷ് ആയിട്ട് 2 ലക്ഷം രൂപ കൊണ്ടുവന്നു, ബാങ്ക് ആയിട്ട് 5 ലക്ഷം രൂപ കൊണ്ടുവന്നു, ഫർണിച്ചർ ആയിട്ട് 40,000 രൂപ കൊണ്ടുവന്നു. അപ്പൊ ഇതിന് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അതിലെ 2 ആസ്പെക്റ്റുകൾ കണ്ടെത്തുക. അത് കഴിഞ്ഞ് അതിന് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ആസ്പെക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്, ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് പെടുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് എന്താണ് ഉണ്ടായത്, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ചിന്തിക്കേണ്ടത് ഇൻക്രീസ് ആയി. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ബാങ്ക് ആണ്. ബാങ്കും എന്താണ് ഉണ്ടായത്, അസറ്റ് ആണ്. ബാങ്കും എന്താണ് ഉണ്ടായത്, വർദ്ധിച്ചു. പൈസ ബാങ്കിലേക്ക് വരുമ്പോൾ ബാങ്ക് കൂടി. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ഫർണിച്ചർ ആണ്. ഫർണിച്ചറും കൊണ്ടുവന്നു. അപ്പൊ ഫർണിച്ചർ അസറ്റ് എന്താണ്, ഇൻക്രീസ് ചെയ്തു. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്തു. അടുത്തത് എന്താണ്, ക്യാപിറ്റൽ, ബാധ്യത. അതായത് ഇത്രയും കാര്യങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ബിസിനസിന്റെ കണക്കുകളാണ് ചെയ്യണത്, ബിസിനസ് ഓണർക്ക് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. ആ ലയബിലിറ്റി എന്താണ് ഉണ്ടായത്, ഇൻക്രീസ് ആയി. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ നമുക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ ഡേറ്റ് എഴുതി, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പൊ എങ്ങനെയാണ് എഴുതുക, ആദ്യം ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കാണിച്ചു, SBI ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കാണിച്ചു, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കാണിച്ചു, ടു കിരൺസ് ക്യാപിറ്റൽ ടോട്ടൽ എമൗണ്ട് കാണിച്ചു. എന്നിട്ട് നമ്മൾ അതിനൊരു നരേഷൻ, ഒരു എൻട്രിയുടെ ചുരുക്കം, ബീയിങ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, SBI ബാങ്ക്, ഫർണിച്ചർ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.